നിതാസ് ഓഡിയോ ബുക്സിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. വിശ്വസാഹിത്യ കഥകളിൽ നിന്നെടുത്തിട്ടുള്ള കഥയാണിത്. തത്വജ്ഞാനിയായ താപസൻ. ഒരിക്കൽ ഒരു നാട്ടിൽ ഒരു ചിന്തകനായ താപസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏകാന്തതയെ സ്നേഹിച്ചിരുന്നു. മറ്റ് ആളുകളിൽ നിന്നും അകന്ന് ലോകത്തിന്റെ അർത്ഥശൂന്യതയെ ധ്യാനിച്ച് അദ്ദേഹം കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ലായിരുന്നു. മുഴുവൻ സമയവും പ്രകൃതിയുമായി ഇണങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ചെറിയ മഴയുണ്ട് താനും. ഒരിക്കൽ അദ്ദേഹം താൻ നട്ട ചെടികളുടെ പച്ചപ്പിനെ നിരീക്ഷിക്കുകയായിരുന്നു. ഒരു പ്രായം ചെന്ന വാൾനട്ട് മരം. ചെറിയ പഴങ്ങളുള്ള ഒരുതരം വൃക്ഷമാണ് വാൾനട്ട് മരം. അത് മുഴുവനും വിളഞ്ഞ വാൾനട്ടുകളാൽ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്തൊരത്ഭുതം! പ്രകൃതിയുടെ എത്ര വിചിത്രമായ രസതന്ത്രം! ഈ വടവൃക്ഷം ഒരു 100 വർഷം പഴക്കം ചെന്നതാണ്. അത്രയും ഉയരത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇതിൻ്റെ ശിഖരങ്ങൾ മേഘങ്ങൾക്കിടയിലായിരിക്കും. പക്ഷെ പഴങ്ങളോ അവ തീരെ ചെറുതാണ്. എല്ലാ വർഷവും മരം മാത്രം വലുതാകുന്നു, എന്നാൽ പഴങ്ങൾ ചെറുത് തന്നെ. അതിനടുത്ത് കണ്ട തണ്ണിമത്തനെ നോക്കി അദ്ദേഹം പറഞ്ഞു, തണ്ണിമത്തനെ നോക്കൂ, അവയുടെ ചെടി ചെറുതാണ്, തറയിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. എന്നാൽ തണ്ണിമത്തൻ എത്ര വലുതാണ്! സത്യത്തിൽ വാൾനട്ടിന്റെ ചെറിയ പഴങ്ങൾ തണ്ണിമത്തൻ ചെടിയിലും തണ്ണിമത്തൻ വലിയ വാൾനട്ട് വൃക്ഷത്തിലുമാണ് വേണ്ടിയിരുന്നത്. പക്ഷെ വിചിത്രമായിരിക്കുന്നു ഈ പ്രകൃതി നിയമം. ആ താപസൻ ഈ വിഷയത്തെക്കുറിച്ച് ദീർഘമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം വളർത്തിയ ചെടികൾക്കിടയിലൂടെ കുറേ നടന്നു. അദ്ദേഹത്തിന് ക്ഷീണം തോന്നിയപ്പോൾ വാൾനട്ട് വൃക്ഷത്തിന്റെ താഴെ വിശ്രമിച്ചു. സാവധാനം അദ്ദേഹം വൃക്ഷത്തണലിൽ കിടന്ന് ഒന്ന് മയങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എന്തോ മുഖത്ത് വീഴുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ വാൾനട്ട് പഴങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായി. അദ്ദേഹം ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. പ്രകൃതി വാൾനട്ട് പഴങ്ങൾക്ക് പകരം തണ്ണിമത്തനായിരുന്നു സൃഷ്ടിച്ചതെങ്കിൽ എൻ്റെ തല തകർന്നു പോയേനെ. എന്തായാലും ആർക്കും ഈശ്വരന്റെ വിവേചന ബോധത്തെ പഴിക്കാനാവില്ല. ഈശ്വരന് വ്യക്തമായി അറിയാം എന്ത് എവിടെ വേണമെന്ന്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.